ഹായ് ഹലോ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീണ്ടും കമന്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയ്ക്ക് വന്ന ഒരു കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോയും ചെയ്യുന്നത്. അപ്പൊ ഇത് ഇന്ന് ഔട്ട്ഡോർ ഷൂട്ടാണ് കേട്ടോ. ഞങ്ങള് ജസ്റ്റ് പാർക്കിലേക്ക് ഒന്ന് വന്നതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നല്ല വൈബ്. എന്നാൽ പിന്നെ ഈ വീഡിയോ ഇവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, നല്ല വെയിലുണ്ട്, അതേപോലെ തന്നെ നല്ല നല്ല കാറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് അത്ര ഒരു ചൂട് ഫീൽ ചെയ്യണില്ല. ഇപ്പൊ ഇവിടെ സമയം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ, ഈവനിങ്. നല്ല രസമില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ എന്റെ വീഡിയോയുടെ താഴെ വന്നൊരു കമന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കമന്റുകൾ പല വീഡിയോയുടെയും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് ഇതുപോലത്തെ അഡ്വർടൈസ്മെന്റ്സും അതിന്റെ താഴെ അവരുടെ കമന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു കമന്റിൽ ആള് പറയുന്നത് ആളുടെ ഇന്റർവ്യൂ കഴിഞ്ഞു, പാക്കിംഗ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയയിലോട്ട് എന്നുള്ളത്. അപ്പം ആള് എത്ര പൈസ കൊടുത്തു അല്ലെങ്കിൽ എത്രത്തോളം എത്തിയ ആളുടെ പേപ്പർ വർക്ക് എന്നുള്ളതൊന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ കമന്റ് ടു ബി ഓണസ്റ്റ് അത് ജെന്യുവിൻ ആണോ അതോ അല്ലെങ്കിൽ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്നാണോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ജസ്റ്റ് അത് കണ്ടപ്പോൾ എനിക്കിതിൽ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇത് എടുക്കാന്ന് വിചാരിച്ചിരുന്നത്. അപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മൾ ഇതുപോലെയുള്ള ഒരു രാജ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കിൽഡ് ജോബിന് മാത്രമാണ് ഇവര് വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അതായത് നമ്മളുടെ സ്കിൽ അസസ്മെന്റ് ഒക്കെ ചെയ്ത് അതൊരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പം ഇതൊന്നും ഇല്ലാണ്ട് ഈ ഫ്രൂട്ട് പിക്കിങ് അല്ലെങ്കിൽ പാക്കിങ് അങ്ങനെയൊക്കെ ജോലിക്ക് വിസ കിട്ടും എന്നൊക്കെ പറയുന്നത് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഫേക്ക് ആണെന്നൊരു 90% ഉറപ്പിക്കാം. കാരണം അങ്ങനെ കിട്ടില്ല. അൺടിൽ അൺലെസ് നിങ്ങൾക്കൊരു ഇവിടുത്തെ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ പാർട്ട്നേഴ്സിനെ കൊണ്ടുവന്നു, അവർക്കൊരു PR വിസ അല്ലെങ്കിൽ ഒരു വർക്ക് വിസ ഉണ്ട്, അവര് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ജോലിക്ക് കയറാം. അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. കാരണം അവർക്കിപ്പം ഓസ്ട്രേലിയയിൽ ഏത് ജോലിക്കും അവർക്ക് കയറാനുള്ള പെർമിഷൻ ഉണ്ടാവും. അതല്ലാണ്ട് നമ്മളുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്തുനിന്ന് ഇങ്ങനെയുള്ള ജോലികൾക്ക് വിസ കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ അത് ഫേക്ക് ആണ്, അല്ലെങ്കിൽ അത് നമ്മളെ പറ്റിക്കാൻ, നമ്മുടെ പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി. പിന്നെ മെയിൻ ആയിട്ട് കണ്ടേക്കുന്ന ഒരു കമന്റ് ആണ്, സബ് ക്ലാസ് 600 വിസയിൽ വന്നിട്ട് അങ്ങനെ വന്നിട്ട് നമുക്ക് വർക്ക് വിസയിലോട്ട് അല്ലെങ്കിൽ ജോബ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, ഏജൻസി പറഞ്ഞു. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത്ര രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിസയിൽ ഇവിടെ വന്നിട്ട് ജോലി വിസയിലേക്ക് മാറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാം എന്താ പറയാ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഓസ്ട്രേലിയയുടെ ഇമി അക്കൗണ്ടിൽ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ കാറ്റഗറീസ് ഓഫ് വിസ, ഇവിടെ 100 കണക്കിന് വിസ കാറ്റഗറീസ് ഉണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് സബ് ക്ലാസ് 600 വിസ നമുക്കൊരു ഏജൻസി പറഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഇമി അക്കൗണ്ടിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഈ സബ് ക്ലാസ് 600 വിസ അടിച്ചു കൊടുക്കുവാണെങ്കിൽ അതിന്റെ താഴെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഒരു ഏജൻസിനെയും അല്ലെങ്കിൽ ഒരാളും പറയുന്നത് വിശ്വസിച്ചിട്ട് നമ്മളുടെ പൈസ കളയേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റിൽ കയറി നമ്മൾ അതിന്റെ അഡ്രസ്സ്, നമ്മൾ ഏത് വിസയാണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ ഒരു വിസ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ്, ആ വിസ എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സബ് ക്ലാസ് 600 എന്ന് പറയുന്നത് അതൊരു ഷോർട്ട് ടേം വിസയാണ്. അതായത് 3 മാസം 6 മാസം അല്ലെങ്കിൽ മാക്സിമം 1 ഇയർ വരെ ആയിട്ട് കൊടുക്കുന്ന ഒരു വിസയാണ്. ഇവിടെ പക്ഷിയൊക്കെ കരയുന്നു, അതിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് വിസ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരാം, സ്റ്റഡീസിന് വരാം. അതായത് ചെറിയ ചെറിയ ചില ഷോർട്ട് ടേം കോഴ്സ് എടുത്തിട്ട് വരുന്നവർക്ക് ഈ ഒരു വിസയിൽ വരാം. പിന്നെ വരുന്നത് നമ്മുടെ റിലേറ്റീവ്സിന്, അതായത് നമ്മുടെ പാരന്റ്സിനെ ഒക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വിസയാണ് ഈ സബ് ക്ലാസ് 600 എന്ന് പറയുന്നത്. ഈ ഒരു വിസയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല.
അല്ലെങ്കിൽ ആ ഒരു വിസ മാറി നമുക്ക് ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഏതാണെന്നുള്ളതിന്റെ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളെല്ലാം പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് ഒരു എംപ്ലോയറിനെ ഈ 600 വിസയിൽ വന്നതുകൊണ്ട് മാത്രം കിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അത് തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ വ്യക്തി പറഞ്ഞേക്കുന്നതും അതുപോലെ മറ്റു കമന്റ്സ് കാണുന്നതും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മെഡിക്കൽ കഴിഞ്ഞു, ഓഫർ ലെറ്റർ കിട്ടി, അങ്ങനെയൊക്കെ. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുള്ളത് ആണ് അടുത്തത് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് മെഡിക്കൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ മെഡിക്കൽ ചെയ്യാനായിട്ട് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കിംസ് ആണ് ഓസ്ട്രേലിയൻ മെഡിക്കൽ ചെയ്യുന്ന ഒരേ ഒരു സെന്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സെന്റർ നിലവിലിരിക്കെ നമ്മളോട് ബോംബെയിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ഒക്കെ പോയിട്ട് മെഡിക്കൽ ചെയ്യാൻ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതൊരു തട്ടിപ്പാണ് എന്നുള്ളത്. കാരണം ട്രിവാൻഡ്രം കിംസിലാണ് കേരളത്തിൽ ഈ ഒരു മെഡിക്കൽ നടക്കുന്നത്. അപ്പൊ അതുപോലെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാവും ഈ മെഡിക്കൽ ചെയ്യാനായിട്ട്. അത് നമുക്ക് ഇപ്പോൾ ഈ ടെക്നോളജി ഈ നമ്മുടെ ഗൂഗിൾ സൗകര്യങ്ങളൊക്കെ ഇത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയ സ്ഥിതിക്ക് ഇതൊന്നും കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇപ്പോഴും ഏജൻസികളുടെയും അല്ലാത്ത ഫേക്ക് ആളുകളുടെ ഒക്കെ തട്ടിപ്പിൽ വീഴുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുത്തുന്നതാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പറയുന്നത് അവർക്ക് ഈ കമ്പനിയുടെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഓഫർ ലെറ്റർ കിട്ടുക അത് അവര് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലായിരിക്കും ഈ ഓഫർ ലെറ്റർ ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ നമുക്ക് പിടിക്കാനായിട്ട് മാർഗങ്ങളുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ ഏത് കുഞ്ഞു ബിസിനസ് അല്ലെങ്കിൽ ചെറിയ ഒരു പെട്ടിക്കട അല്ലെങ്കിൽ ഒരു തട്ടുകട നടത്തുന്ന ആൾക്കാണെ പോലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ABN നമ്പർ, അതായത് ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ. അപ്പൊ ഏത് രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിലും അവർക്ക് ABN നമ്പർ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അവരതിൽ ABN നമ്പർ അടിച്ചിട്ടുണ്ടാവുമെന്നാണ്. അപ്പൊ ചില ബിരുദന്മാര് അതിൽ ABN നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇപ്പം ഒരുപാട് ഇതുപോലത്തെ വീഡിയോസും അവയർനെസ് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. അപ്പൊ അവർ ABN നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഒരു പക്ഷേ. അത് എവിടെയെങ്കിലും ആ ഒരു ഓഫർ ലെറ്ററിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, മേ ബി മുകളിലായിരിക്കാം അല്ലെങ്കിൽ താഴെയായിരിക്കാം, എവിടെയെങ്കിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്പർ എടുത്തിട്ട് നമ്മൾ അടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ ഇങ്ങനെ ഒരു കമ്പനി രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് നോക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പൈസയാണെങ്കിലും കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഇപ്പൊ ഇവർ ഈ ഓഫറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഈ ABN നമ്പർ വെച്ച് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ആ കാര്യങ്ങളും എല്ലാം സെയിം ആണോ എന്നുള്ളത് നമുക്ക് ഒന്ന് ഒത്തു നോക്കാം. എന്നിട്ട് നമുക്ക് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മെയിൽ ID എടുത്തിട്ട് അവർക്ക് ജസ്റ്റ് മെയിൽ ചെയ്യാം, ഇങ്ങനെ എനിക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇതിന്റെ ജെനുവിനിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരും നമ്മളെ പണിഷ് ചെയ്യത്തില്ല. അത് ഓക്കെ, നല്ല ജെനുവിൻ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അതല്ല അങ്ങനെ ഒരു സംഭവം അവരുടെ അറിവിൽ ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ രക്ഷപ്പെട്ടു. നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു ആൾക്ക് നമ്മൾ ജീവിതകാലം മൊത്തം അധ്വാനിച്ച പൈസ കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലതാണല്ലേ ഇത്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയസിൽ കാണുന്നതാണ് ഒരുപാട് ഏജൻസികളുടെ അഡ്വർടൈസ്മെന്റ്സ്. അതിൽ ഏതാണ് ജെനുവിൻ ഏതാണ് ഫേക്ക് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ടാവും, ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് തരുമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിലൊന്നും ഈ സോ കോൾഡ് ഏജൻസീസ് റിപ്ലൈ കൊടുക്കുന്നതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അവർക്ക് അങ്ങനെയുള്ളിടത്തോട്ടൊക്കെ നമ്മളുടെ ക്രെഡൻഷ്യൽസ്, നമ്മളുടെ പാസ്പോർട്ട്, നമ്മളുടെ CV ഒക്കെ അയച്ചു കൊടുക്കുന്നത് ഒരു 100 വട്ടം ചിന്തിച്ചിട്ട് ചെയ്യുക. കാരണം നമ്മളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുന്നത് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, നമുക്ക് 100% അറിയില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ കൂണ് പോലെ ഒരുപാട് സംഭവങ്ങൾ പൊട്ടിമുളച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം പണ്ടുണ്ടായിരുന്നവർ മാത്രമാണ് ജെനുവിൻ എന്ന് ഞാൻ പറയുന്നില്ല. ആ ഏജൻസി വഴി പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അവർക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
പക്ഷെ ഞാൻ പുതിയ ഏജൻസികളെ നെഗറ്റീവായിട്ട് പറയുന്നൊന്നുമല്ല കേട്ടോ. ഒരുപാട് പുതിയ ഏജൻസികളും പുതിയ ആളുകളും പുറത്തേക്ക് വരുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്. അവർ ജെന്യുവിനായിട്ട്, വളരെ ജെന്യുവിനായിട്ട് തന്നെ ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഇതുപോലെയുള്ള കൃമികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ ഒരു 90% ഫ്രീ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവര് പൈസ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ ഒരു ഒരു എന്താ പറയാ, സംതിങ് ഈസ് റോങ് എന്നുള്ള ഒരു ഇത് മനസ്സിലോട്ട് വരേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ഏജൻസികൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി മാത്രം ആയിട്ട് നടത്തുന്നതും ഉണ്ട്. കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ 1000 രൂപയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 പേരായിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വിചാരിക്കും 1000 അല്ലേ ഉള്ളൂ, അത് പോട്ടെ, പോയാ പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അതെ, ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ഇനി പറയുന്നില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ അത് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നേരത്തേക്ക് ഒരുപാടുണ്ടായിരുന്നു നോ IELTS OET നീഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ. അപ്പോ ഇതുപോലുള്ള യൂറോപ്യൻ രാജ്യത്ത്, ഞാനിപ്പോ ഓസ്ട്രേലിയയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ബാക്കി എല്ലായിടത്തേക്കും, അതായത് UK, അയർലൻഡ്, കാനഡ, ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ളിടത്തോട്ടൊക്കെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലാംഗ്വേജ് റിക്വയർമെന്റ്. അപ്പം ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതാതെ നമ്മൾക്ക് ഇങ്ങനെയുള്ളിടത്തേക്ക് ജോലി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ മനസ്സിലാക്കുക അത് ഫേക്ക് ആണ്. അത് അവര് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്നുള്ളത്. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ ഇതെങ്ങനെയാണ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതുപോലെയുള്ള ആളുകള് നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മുടെ ചുറ്റും ഉണ്ടാവും. കാരണം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോയിട്ട് ജോലി ചെയ്യണം ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് ഒരു 90% ആൾക്കാരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, നമ്മളുടെ നാട്ടില് നമുക്ക് ഒരു നഴ്സിന് കിട്ടുന്ന ഒരു സാലറി ഉണ്ട്, നമ്മളുടെ ഒരു കുടുംബം പുലർന്നു പോവില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ, അപ്പൊ നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മനസ്സിലുള്ള ആഗ്രഹത്തിനെ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് ചെകുത്താന്മാര് പുറകെ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടും കടം വാങ്ങിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയ പൈസ വെറുതെ ഇരുന്ന് കള്ളത്തരം കാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനിരിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കരുത് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. പക്ഷികൾ ഭയങ്കര ശല്യം കേട്ടോ, പക്ഷെ നല്ല വൈബുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് വാച്ചിങ് മീ. ടേക്ക് കെയർ.